ചാണ്ടി സാർ അവിടുന്ന് കയറി വരും. പക്ഷെ സ്റ്റാഫ് ഇവിടെ ഇരുന്നിട്ട് ഈ ബാക്കിയുള്ള പേർപ്പസ് ഒക്കെ ശരിയാക്കിയതിന് ശേഷം ഒപ്പിടാൻ വേണ്ടി സാറ് ഇങ്ങോട്ട് വന്നിട്ട് ഒപ്പിട്ട് കൊടുക്കും. അതോടുകൂടി അവർക്ക് മരുന്ന് വാങ്ങാമെന്നുള്ളതാണ്. അത് പലപ്പോഴും മെഡിക്കൽ ഷോപ്പുകളിൽ സാറിന്റെ അക്കൗണ്ടിലാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്, 40 ലക്ഷം രൂപ ആ വകയിൽ കൊടുക്കാനുണ്ടായിരുന്നു സാർ മരിക്കുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കാം എത്രത്തോളം പേരെ സഹായിച്ചിരുന്നു, എത്ര പേരെയാണ് ഒരുപക്ഷെ ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത നമ്പറാണ്. ഈ ഡോറ് വഴിയാണ് ശരിക്കും ഓഫീസിലേക്ക് വരുന്നവർ ഈ വീടിനകത്തേക്ക് കയറിയിരുന്നത്. കാരണം ഇതൊരു ഓഫീസായിട്ട് തന്നെ ഉപയോഗിക്കായിരുന്നു. അപ്പം ഈ 2 വാതിലിൽ ഇത് മാത്രമേ തുറക്കുള്ളൂ അല്ലേ? അത്യാവശ്യം തുറക്കത്തുള്ളൂ. ഇത് ശരിക്കും ഇവിടെ വരുന്നവർ എഴുതുന്ന അഭിപ്രായങ്ങളൊക്കെയാണ് അല്ലേ ചാണ്ടി സാറിന്റെ? ഇപ്പൊ കാണാൻ വന്നേ, മരിച്ചു കഴിഞ്ഞ് കാണാൻ വന്നവരെഴുതിയ. ഓ ഓ ഓ ആ ബുക്ക് നിറഞ്ഞു. എല്ലാരും എഴുതാറില്ല, ചുരുക്കമേ എഴുതത്തുള്ളൂ. വരുന്നതിൽ കുറച്ച് നേരം എഴുതുന്നതേ. മനസ്സിലായി. ഇതിപ്പോ പുതിയ ബുക്ക് വെച്ചു. ഇപ്പോഴും എല്ലാവരും ഈ വീടും കൂടെ കണ്ടിട്ടേ പോവുള്ളൂ. കാരണം അവരുടെ മനസ്സിൽ ഈ ചാണ്ടി സാർ ഓടി നടന്ന കളിച്ച വീട് എന്നുള്ള അർത്ഥത്തിൽ കണ്ടിട്ടുള്ള ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. 30 കൊല്ലം മുമ്പ് വന്നവരും വരുന്നുണ്ട്, 30 കൊല്ലം മുമ്പ് ഇവിടെ വന്നവർ വരുന്നുണ്ട്. ഞങ്ങൾ അമ്മ വന്നതാണ്. പക്ഷെ എന്തോ സ്ഥലങ്ങൾക്ക് വ്യത്യാസമുണ്ട്, വീടിന് വലിയ മാറ്റം കാണുന്നില്ല എന്നുള്ളത് വരും. ഈ ഓഫീസിലിരിക്കുമ്പോൾ ഉള്ള ചായ കുടിയും കാര്യങ്ങളും ഓട്സ് കുടിക്കും. വരുമ്പോ ഒരു കപ്പ് ഓട്സ് കൊടുക്കും. അത് കുടിക്കുമ്പോ അല്ല പിന്നെ 10 മണിയൊക്കെ ആവല്ലേ കഴിക്കുമ്പോ. ഉമ്മൻചാണ്ടി സാറ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ കൗതുകത്തോടു കൂടി ചോദിച്ചു. അപ്പൊ പറഞ്ഞു 2 സ്ഥലമുണ്ട് ഇവിടെ. അത് എങ്ങനെയാണ് അമ്മ? അത് ഗസ്റ്റൊക്കെ ഉള്ളപ്പോ ഇവിടെ ഇരിക്കും. ഗസ്റ്റില്ലാതെ സാധാരണ എല്ലാ ഞായറാഴ്ചയും അവിടെ വന്നിരുന്നാ കഴിക്കും. ഇവിടെയായിരിക്കുന്നത്, ഈ കസേരയിലായിരിക്കുന്നത്. ഓ, നമുക്കിതൊക്കെ ഒന്ന് തൊട്ടു നോക്കാൻ ഒരു കൗതുകം തോന്നും. കാരണം എന്ന് വെച്ചാൽ കസേര എന്നൊക്കെ പറയുമ്പോ ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ കൗതുകത്തോടുകൂടി ചോദിക്കും ഇതൊക്കെ. എല്ലാവർക്കും അറിയാം സാറിരുന്ന കസേര അന്ന് മരിച്ചു അന്ന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർ. വരുന്നവരൊക്കെ അങ്ങനെ ഭയങ്കര വൈകാരികമായി അടുപ്പമുള്ളവരായിരിക്കും അല്ലേ? ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോ ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് എത്തി നോക്കും. ഇവിടെ വന്ന് സാറേ ഞങ്ങൾക്ക് ഒരു കാര്യം പറയണ്ടപ്പോ ഞാൻ അപ്പുറത്ത് വരാമെന്ന് പറയും. അപ്പൊ ശരിക്കും ജനങ്ങളെല്ലാം കണ്ടത് ഈ വീടാണ്. ഓരോ റൂമിലും കയറുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അടുത്ത റൂം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കട്ടിലാണ് ശരിക്കും സാറ് കിടന്നിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു കൗതുകം മാത്രമല്ല, അത് ഒരുപാട് കാര്യങ്ങൾ ഇവർ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്നുണ്ട്. സാർ ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണോ സാധാരണഗതിയിൽ? അതേ മക്കളൊക്കെ എങ്ങനെ